PM ശ്രീയിൽ തുടരാനുള്ള തീരുമാനത്തിൽ UDF സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി KSU. ഭരണം കിട്ടുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടും സ്വീകരിക്കില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KSU അത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, എല്ലാ നിലയിലും സർക്കാരിനെതിരെ PM ശ്രീക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ KSUവിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അലീഷ, സർക്കാരിനെ ന്യായീകരിക്കുന്നുമുണ്ട് അലോഷ്യസ് സേവ്യർ. സർക്കാരിന്റെ പരിമിതി മനസ്സിലാക്കുന്നു, എന്നാൽ ഇതിലെ എല്ലാ ആശങ്കകളും സർക്കാരിനെ അറിയിക്കും എന്നാണ് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. PMCയെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് തന്നെയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. PMC സംഘപരിവാറിന്റെ കുഞ്ഞാണ്. ഈ എല്ലാ കലാശാലകളെയും കാവ്യവൽക്കരിക്കാനുള്ള നീക്കം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അതിനെതിരെ തെരുവിൽ പോരാടിയ സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ് KSU. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണം കിട്ടുമ്പോൾ മറ്റൊരു നിലപാടും സ്വീകരിക്കില്ല. മുൻകാലങ്ങളിൽ അത് ചെയ്തിട്ടില്ല, ഇനി എങ്ങോട്ട് അത് ചെയ്യുകയുമില്ല എന്നാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ മുൻ സർക്കാർ ഒപ്പിട്ടതാണ്, അതുകൊണ്ട് സർക്കാരിന്റെ പരിമിതി മനസ്സിലാക്കുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും, എല്ലാ SFI ഒഴികെ, അന്ന് ഈ ഇടത് സർക്കാർ ഈ നടപടി സ്വീകരിച്ചപ്പോൾ അന്ന് SFI ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ സർക്കാർ കേൾക്കാൻ തയ്യാറാകണം, സർക്കാർ കേൾക്കും തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ എല്ലാ ആശങ്കകളും സർക്കാരിനെ അറിയിക്കും എന്നാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോൾ പോലും ആ വാക്കുകൾക്കിടയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ തെരുവിൽ PMCക്കെതിരെ പോരാടി തെരുവിൽ തല്ലുകൊണ്ട സംഘടനയാണ് KSUവിന്റെ പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ ഇത് PMC എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പദ്ധതിയാണ്. അത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പോലും അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പൊളിച്ചെഴുതുന്ന രീതിയിലേക്ക്, അതിനെ അവഗണിക്കുന്ന രീതിയിലേക്കായിരിക്കും പിന്നീട് വിദ്യാഭ്യാസ സമ്പ്രദായം വരിക. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള എല്ലാ ആശങ്കകളും സർക്കാരിനെ അറിയിക്കും. നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാം, കോടതിയിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് സർക്കാർ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ സർക്കാർ ആ രീതിയിൽ ആലോചിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കടുത്ത നിലപാട് തന്നെയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഫിനിഷ. ശരി, നന്ദി ബിനിൽ ലീല സാബു വിവരങ്ങൾക്ക്.